ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് രാവിലെ തന്നെ നമ്മൾ ഡ്യൂട്ടിയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് ഗേസ്. അപ്പോൾ തലേ ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ച പുട്ടുപ്പൊടിയാണിത്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പുട്ടുപ്പൊടിയാണ്. അത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പുട്ടുണ്ടാക്കിയാലോ. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്ന പുട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ട് കിച്ചണിലേക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പുട്ടിൻ്റെ പൊടിയും പിന്നീട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡിയാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചോറുണ്ടാക്കിയിട്ട് വെക്കാം. എനിക്ക് കുറച്ച് പുറത്ത് പണിയെല്ലാം ഉണ്ടിരുന്ന് കുറച്ച് മഴ കുറഞ്ഞ് കാണുന്നു. അതുകൊണ്ട് ഞാൻ മുറ്റമെല്ലാം എനിക്കൊന്ന് ക്ലീനാക്കണം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ ചോറും കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പുറത്തേക്ക് പോകാം. അപ്പോൾ പോകുമ്പോൾ നമുക്കൊരു മടുപ്പൊന്നും ഉണ്ടാവില്ല പറ്റി. അല്ലെങ്കിൽ കിച്ചണിൻ്റെ പണിയും പുറത്തിൻ്റെ പണിയും രണ്ടും ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് ഒരു ഗ്യാസിൽ പുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നിൽ നമ്മളെ ചോറ് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടവിടെ റെഡിയായിട്ട് ഇനി ഞാൻ അപ്പോഴേക്കും പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ പുട്ടൊന്നെടുത്ത് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി സോഫ്റ്റ് അടിപൊളി പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ പുട്ടുപ്പൊടിയെ തന്നെ ഉണ്ടാക്കിയ പുട്ട് പോലെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പുട്ടിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉച്ചയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഒരു ടിപ്പാണിത്. ഇതെന്ത് പറഞ്ഞാൽ നമ്മൾ അരക്കുന്ന സമയത്ത് അരപ്പിലേക്കുള്ള മുളക് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. മിക്സിയിലിടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരച്ച് കിട്ടും. അതിന് ഞാൻ കുറച്ച് 5 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ച മുളകാണ്. അപ്പോൾ ഇതാ മുളകിലേക്ക് ഞാൻ കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി അവിടെ കുതിർന്ന് കിട്ടിട്ട് അപ്പോൾ നമുക്ക് അരപ്പിനുള്ള തേങ്ങ ഒന്ന് ഞാൻ ചിരവിയിട്ട് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രൈൻഡറിലേക്ക് ഇടുന്ന സമയത്ത് അതുപോലെ തേങ്ങ ആദ്യം ഇട്ടൊന്ന് കൃഷിയാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. അരപ്പ് റെഡിയാക്കുന്ന സമയത്ത് തേങ്ങയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും തേങ്ങ ചിരുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തേങ്ങയാണ് ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അതൊന്നും അരിഞ്ഞ് കിട്ടുന്ന സമയത്ത് മാത്രം മുളക് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അരപ്പും റെഡി കിട്ടും. അപ്പോൾ ഞാനിവിടെ തേങ്ങ അരക്കാൻ ഇട്ടിട്ടുണ്ട്. അത് അരിഞ്ഞ് സമയം നമുക്കിതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതവിടെ റെഡിയായിട്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്യാസിന് എന്തെങ്കിലും പ്രശ്നമോ വയറ്റിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു 2-3 അല്ലി വെളുത്തുള്ളി ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ അത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇത് പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എൻ്റെ അരപ്പിലേക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനിവിടെ ഇടുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അരപ്പ് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിത് അരപ്പ് ഇതൊന്നും മാറ്റി എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ 2 എടുത്തത്. നാളെ രാവിലേക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് രാവിലേക്കുള്ളതും റെഡിയായി, ഉച്ചയ്ക്കുള്ള റെഡിയായി. അപ്പോൾ ഞാനിവിടെ മീൻ കഴുകി ഫ്രഷാക്കി വെച്ച മീനാണ്. നാളേക്ക് വേണമെങ്കിൽ പകുതി നാളേക്ക്, ഇന്നൊക്കെ വേണമെങ്കിൽ ഇന്നൊക്കെ. അപ്പോൾ നാളത്തെ പണിയും കുറച്ച് ലാഭമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീനെല്ലാം മുറിച്ച് വെട്ടിയിട്ട് ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പിനുള്ള മീൻ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പോട് തിളക്കുന്നുണ്ട്. ആ കറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മീനെല്ലാം ഇട്ട് കൊടുത്തും തിളപ്പിച്ച് മാറ്റി വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ പണി കഴിഞ്ഞ് അതിനോടൊപ്പം ഞാനവിടെ ചോറ് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 പണി നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് ഇനി ഞാൻ നേരെ പുറത്തേക്കൊന്ന് പോയി നോക്കി മഴ ഉണ്ടോയെന്നും ചെറിയൊരു മഴൻ്റെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉള്ളിലത്തെ പണി ക്ലീനായ ശേഷം പോകുന്ന വിചാരിച്ച് ഞാൻ രാവിലത്തെ പാത്രമെല്ലാം ഒന്ന് പെട്ടെന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കുറേ പാത്രമെല്ലാം കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി ഇനി നല്ലൊരു വെയിൽ വരുന്നതാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഒന്ന് ഉണങ്ങി കിട്ടിയാൽ അത് നല്ലതല്ലേ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, എല്ലാ പാത്രമെല്ലാം ഒന്ന് കഴുകി വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡിയായിട്ട് നമുക്ക് നെക്സ്റ്റുള്ള ഡ്യൂട്ടി എന്താണെന്ന് നോക്കണ്ടേ. നമുക്കിന്ന് ഫ്രീ ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുപോയി വരുത്തിയിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങിക്കിട്ടിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് മുറ്റം ക്ലീനാക്കലാണ്. അപ്പോഴേക്ക് നല്ലൊരു വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ മുറ്റം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ്. കുറേ ദിവസമായി ചെടികളൊന്നും നോക്കിയിട്ടില്ല. കാരണം പുറത്ത് പോകാനേ മടിയാണ്, വേണ്ടാന്ന് തന്നെ തോന്നും. ഇത്രയും തണുപ്പും പിന്നീട് കാട് പോലെ നമ്മൾ പച്ചപ്പും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതെല്ലാം ഒന്ന് ദൂരമുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തുള്ളതെല്ലാം
വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 3 കുട്ടികളിലേക്ക് അങ്ങനെ അത് നോക്കാതെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഒന്ന് പെട്ടെന്ന് അടിച്ച് വാരിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പണിയും ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. കാരണം കുറേ ദിവസമായി നോക്കിയിട്ട് ചെടികളാണ്. അപ്പോൾ ചെടികളെല്ലാം ഒന്ന് നോക്കിയിട്ട് അതൊന്ന് സൂക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതാ മുറ്റത്തുള്ള പണി ഏകദേശം കഴിയുന്നതെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീടുള്ളതെല്ലാം ലാസ്റ്റ് ആകുമ്പോൾ എടുക്കാൻ വിചാരിച്ചവരാണ് എടുത്തിട്ട് വന്നതിന്. ഇനി നേരെ സീറ്റ് ഔട്ടിലേക്കാണ് വരാനുള്ളത്. അപ്പോൾ അവിടെയും ഇതുപോലെ അടിച്ചിട്ടെടുക്കാനും കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും അധികം അങ്ങ് പോയില്ല. എടുത്തിട്ടുള്ള കിട്ടാൻ പഠിക്കുന്നവർക്ക് പറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി നമുക്ക് തുടങ്ങിയിട്ട് വെച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സ്ത്രീകൾക്കൊരു വിചാരമല്ലേ, വെയിൽ കണ്ടാൽ എന്നെന്ത് പണിയാണ് അങ്ങനെ ഞാൻ ചെയ്തൊരു പണിയാണ് ഇന്നത്തെ പണി. പക്ഷെ എനിക്ക് അവസാനമാകുമ്പോൾ വല്ലാത്ത ക്ഷീണമെല്ലാം തുടങ്ങി. അപ്പോൾ ഞാൻ എന്നാലും വിട്ടുകൊടുത്തിട്ടില്ല. കഴിഞ്ഞ പരമാവധി എടുക്കാൻ കഴിയുന്നതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല വെളിച്ചമെല്ലാം കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് ചെടികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ പെട്ടെന്നാണ് വീഡിയോ എടുത്തുകൊണ്ട് ക്ലീൻ ആക്കുമ്പോൾ എനിക്കത് അത്ര കംഫർട്ടാകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ വേഗം വെയിലത്തെല്ലാം ഉണക്കാനുള്ള പാത്രങ്ങളെല്ലാം ഉണക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മഴ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ ഗേസ്. ബൈ.